Good evening. Hello. Good morning all. Good evening, Nafi. ഞാൻ റെക്കോർഡിങ്സ് സ്റ്റാർട്ടായിട്ടെങ്കിൽ ഫോറൻസിക്കിന്റെ റെക്കോർഡിങ്സ് എല്ലാം പോയിട്ട് ഭയങ്കര സങ്കടം. അപ്പൊ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഫ്രീ ക്ലാസ് ആണ് എൻവയോൺമെന്റൽ സൈക്കോളജിയുടെ അവസാന പോർഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാളെ തൊട്ടിട്ട് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ റെഗുലർ ക്ലാസ് എന്ന് പറയുന്നത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് വരുന്നത്. ടൈം നമ്മൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കും. പക്ഷെ വൈകുന്നേരമോ രാത്രിയോ ഒന്നും പോസിബിൾ അല്ല. രാത്രി അല്ലെങ്കിൽ തന്നെ പോസിബിൾ ആയിട്ട് വരുന്നില്ല, കാരണം ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ മാക്സിമം ലൈവ് കയറാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉച്ചക്കത്തേക്ക് എങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും നോക്കാം. നല്ലൊരു നെറ്റ്വർക്കുള്ള സമയമാണ് ഉച്ച സമയം അല്ലെങ്കിൽ രാവിലെ. ഈ രണ്ട് സമയമാണ് കുറച്ചുകൂടെ എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ എൻവയോൺമെന്റലിന്റെ ബാക്കി ഭാഗം. അപ്പൊ എൻവയോൺമെന്റൽ സൈക്കോളജിയിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻവയോൺമെന്റൽ സൈക്കോളജിയും അതർ ഡിസിപ്ലിനുമായിട്ടുള്ള എൻവയോൺമെന്റൽ സൈക്കോളജിയുടെ റിലേഷൻ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. വേറെ വേറെ ഡിസിപ്ലിനുമായിട്ട് ഇപ്പൊ നമ്മൾ നോക്കിയില്ലേ, പിന്നെ ഫോറൻസിക്കിന് വേറെ ഡിസിപ്ലിനുമായിട്ടുള്ള ബന്ധം, അതുപോലെ എൻവയോൺമെന്റൽ സൈക്കോളജിക്ക് മറ്റ് ഡിസിപ്ലിൻസ്, സൈക്കോളജിയിലെ മറ്റ് ഡിസിപ്ലിൻസുമായിട്ടുള്ള ബന്ധമാണ് പറയാൻ പോകുന്നത്. അപ്പം എൻവയോൺമെന്റൽ സൈക്കോളജിയും ജനറൽ സൈക്കോളജിയും ആണ് ഫസ്റ്റ് പറയുന്നത്. ജനറൽ സൈക്കോളജി ആയിട്ടുള്ള ബന്ധം പറയുന്ന സമയത്ത് ജനറൽ സൈക്കോളജി എന്നാൽ ബ്രോഡ് ഫീൽഡ് ആണ്. അതായത് ഒരുപാട് സബ് ഫീൽഡുള്ള സൈക്കോളജിയുടെ തന്നെ തിയറീസും പ്രിൻസിപ്പിളൊക്കെ വരുന്ന ഒരു ബ്രോഡ് ഫീൽഡ് ആണ് ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ സൈക്കോളജിയുമായിട്ടൊരു ബന്ധമുണ്ട്. പിന്നെ ബയോളജിക്കൽ സയൻസുമായിട്ട് അവിടെ മെയിൻ ആയിട്ടും പിന്നെ എന്താ പറയാ, എൻവയോൺമെന്റും നമ്മുടെ ബയോളജിയും തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കുന്നത്. പിന്നെ എൻവയോൺമെന്റൽ സൈക്കോളജി ഹ്യൂമൻ എഞ്ചിനീയറിംഗ് നോക്കുന്നുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ സൈക്കോളജി അപ്ലൈഡ്, ഇതാണ് മെയിൻ. എങ്ങനെ ആപ്ലിക്കേഷൻ കൊണ്ടുവരാം, എങ്ങനെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് മാറ്റം വരുത്താന്നാണ്. പിന്നെ കമ്മ്യൂണിറ്റി സൈക്കോളജി, ആർക്കിടെക്ചറൽ സൈക്കോളജി, ഇത്രയും ഫീൽഡുമായിട്ട് നമ്മുടെ എൻവയോൺമെന്റൽ സൈക്കോളജിക്ക് റിലേഷൻ ഉണ്ട്. നോക്കാം നമുക്ക്. എൻവയോൺമെന്റൽ സൈക്കോളജി ആൻഡ് ജനറൽ psychology. First relation ആട്ടോ. Environmental psychology stresses upon studies related to the influence of physical environment factors like noise, crowding, heat, etc. on human behavior, health and feeling. കണ്ടോ, ഫിസിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നോയ്സ്, ഒരുപാട് ആളുകൾ കൂടെ, ക്രൗഡിങ്, ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഇതൊക്കെ ഹ്യൂമൻ ബിഹേവിയറിനെയും ഹെൽത്തിനെയും ഫീലിങ്സിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കുന്ന വിഭാഗമാണല്ലോ എൻവയോൺമെന്റൽ സൈക്കോളജി. ജനറൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മച്ച് ബ്രോഡർ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആണ്. that intend to explore various principles that can be generally applied to human, that is strictly different from the other specialized subfields of psychology who are more into finding the way in which people differ on the grounds of various factors. അതായത് ജനറൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആണ്. അവിടെ പ്രിൻസിപ്പിൾസും പിന്നെ തിയറീസും ഒക്കെ നോക്കുന്നുണ്ട്. എങ്ങനെ മനുഷ്യന്റെ ഹ്യൂമൻ ബിഹേവിയറിൽ ജനറലി അപ്ലൈ ചെയ്യാം എന്നുള്ള നോക്കുന്ന ഒരു ബ്രോഡർ ഫീൽഡാണ്. ഒരുപാട് സബ് ഫീൽഡുകൾ വരുന്നുണ്ട് സൈക്കോളജിയിൽ. അവിടെ ഐ മീൻ ജനറൽ സൈക്കോളജിയിൽ വേരിയസ് ഫാക്ടേഴ്സിന്റെ ഗ്രൗണ്ട് ആയിട്ട് അവിടെ കറക്റ്റ് എന്താണ്, മനുഷ്യന്റെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന ഫീൽഡാണ് ജനറൽ സൈക്കോളജി. അതിന്റെ ഒരു സബ് ഫീൽഡ് തന്നെയാണെന്ന് പറയാം നമുക്ക് എൻവയോൺമെന്റൽ സൈക്കോളജി. അതായത് മനുഷ്യന്റെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നതാണ് ജനറൽ സൈക്കോളജി. ഇവിടെ മനുഷ്യന്റെ ബിഹേവിയറിനും ഹെൽത്തിനും ഫീലിങ്സ് എങ്ങനെ നോയ്സും ക്രൗഡിങ്ങും ഹീറ്റൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പഠിക്കുന്നതാണ് എൻവയോൺമെന്റ്. അപ്പൊ മനുഷ്യന്റെ ബിഹേവിയർ പഠിക്കുന്നതാണ് ജനറൽ, ബ്രോഡ്ലി പഠിക്കുന്നത്. അപ്പം ഒരു സബ് ഫീൽഡ് ആണെന്ന് തന്നെ നമുക്കറിയാം, സ്പെഷ്യലൈസ്ഡ് സബ് ഫീൽഡ് തന്നെയാണെന്ന് പറയാം എൻവയോൺമെന്റൽ സൈക്കോളജി. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ എന്ന്?
Yes, ma'am. ഇനി അടുത്തതാണ് എൻവയോൺമെന്റൽ സൈക്കോളജിയും ബയോളജിക്കൽ സയൻസുമായിട്ടുള്ള ബന്ധമാണ് നോക്കുന്നത്. നോക്കിക്കേ. The Research Commission of the American Institute of Architects, AIA, submitted a proposal to the National Science Foundation, NSF, in 1956 to hold a conference on the relationship between physical, biological, and social science with regard to problem creating optimal environment for human activities. അതായത് റിസർച്ച് കമ്മീഷൻ ഓഫ് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ AIA ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തു നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ. എന്താണ് അവിടെ പറയുന്നത്? ഫിസിക്കലും ബയോളജിക്കലും സോഷ്യൽ സയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതായത് എങ്ങനെ എൻവയോൺമെന്റ് ഒപ്റ്റിമൽ ആക്കാം, നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ മാക്സിമൈസ് ചെയ്യാം ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെ. അതായത് എങ്ങനെയാണ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ ഒരു പ്രപ്പോസൽ വെച്ചു. പ്രോബ്ലംസ് ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ എൻവയോൺമെന്റ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാക്കുന്ന പ്രോബ്ലംസും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ ഒരു പ്രപ്പോസൽ വെച്ചു. ആര്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് നാഷണൽ സയൻസ് ഫൗണ്ടേഷന് 1956. The conference was held in 1959, 3 വർഷം കഴിഞ്ഞിട്ട്, at the University of Michigan, and the main topic was the relation between physical, biological, and social science with regard to the problem creating optimal environment for human activities. ഈ ഒരു പ്രപ്പോസലിന് ബാക്കി പത്രമായിട്ട് 1959 എന്ത് വന്നു? അവിടെ ഒരു കോൺഫറൻസ് വന്നു ഈ കാര്യത്തിന് എങ്ങനെയാണ് മനുഷ്യൻ എൻവയോൺമെന്റിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. Prior to this preliminary seminar on the topic held at AIA convention at Cleveland 1958 with architects and civil engineers and urban planners, psychologists, sociologists among the attendees. ഇവരൊക്കെയായിരുന്നു പങ്കെടുത്തത്. The science of the physical geographical environment and those of the ecological naturalist environment, both of which showed a growing human or anthropic factor by the end of 1960s, are the examples of discipline outside of psychology that contributed significantly to the emergence of environmental psychology. കാരണം environmental psychology എമർജൻസിന് എന്ന കാര്യമായി ഈ ഒരു കോൺഫറൻസ്. അവിടെ പങ്കെടുത്ത ആൾക്കാര് സിവിൽ എഞ്ചിനീയേഴ്സും അർബൻ പ്ലാനേഴ്സും ആർക്കിടെക്ട്സും സൈക്കോളജിസ്റ്റും സോഷ്യോളജിസ്റ്റും ഒക്കെ ആയിരുന്നു. അവിടെ ഫിസിക്കൽ ജോഗ്രഫിക്കൽ എൻവയോൺമെന്റും എക്കോളജിക്കൽ നാച്ചുറൽ എൻവയോൺമെന്റ് രണ്ടും, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്, അത് കൂടാതെ നാച്ചുറലിസ്റ്റിക് എൻവയോൺമെന്റ് ഉണ്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ പോലുള്ള നാച്ചുറലിസ്റ്റിക്. ഈ രണ്ടും എന്താണ് ഗ്രോയിങ് ഹ്യൂമൻ ഓർ ആന്ത്രോപിക് ഫാക്ടർ ബൈ ദ എൻഡ് ഓഫ് 1960. ഈ രണ്ട് ഫാക്ടേഴ്സും ഗ്രോ ചെയ്യാൻ തുടങ്ങി 1960s. പിന്നെ എന്താണ് 1960s അവിടാണ് നമുക്ക് എന്താണ് ഒരു എൻവയോൺമെന്റൽ സൈക്കോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ പോലും എമേർജ് ചെയ്യാനുള്ള കാരണം. കാരണം ഇവരൊക്കെ ഈ കോൺഫറൻസിൽ വന്നു എങ്ങനെ മനുഷ്യൻ നശിപ്പിക്കുന്നു എന്നാണ് കണ്ടെത്തിയത്, എങ്ങനെ മനുഷ്യൻ. അപ്പം അതിലൂടെ ഇവരെന്തായി എൻവയോൺമെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു ഫീൽഡിന്റെ സിഗ്നിഫിക്കന്റ് എമർജൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാർ വന്നു, കോൺഫറൻസ് പങ്കെടുത്തു, മനുഷ്യൻ നശിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി എങ്ങനെ പരിഹാരമാർഗത്തിലേക്ക് ആപ്ലിക്കേഷൻ ആണല്ലോ എൻവയോൺമെന്റൽ സൈക്കോളജി. Each person's perception are distinct, personal and unique. Perception is the process through which a person assigns significance to their current external situation based on the behavioral and ഓരോരുത്തരും പെർസെപ്ഷൻ മാറുന്നത്. ഇപ്പൊ നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഞാനും ഇതിലൊരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എന്റെ പ്ലാനറ്റിൽ എന്റെ മക്കൾക്കും പേരക്കുട്ടികളുടെ മക്കൾക്കൊക്കെ ജീവിക്കാനുള്ള സ്ഥലമാണ്, ഞാൻ നശിപ്പിച്ച അവർക്കൊന്നും ബാക്കിയില്ല. നമ്മൾ പെർസെപ്ഷൻ ഞാൻ ഉണ്ടാക്കിയ ചെറിയ എല്ലാവരും ചെയ്തില്ലേ, ഞാൻ ഓരോരുത്തരും അങ്ങനെ വിശ്വസിച്ച് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും, പ്ലാനറ്റ് നശിക്കും. ഓരോരുത്തരും പെർസെപ്ഷന്റെ പ്രശ്നമാണ്. ഞാൻ പെർസീവ് ചെയ്യും, ഞാനും അതിലൊരു ഭാഗമാണ്, നിങ്ങൾ ഓരോരുത്തരും, ഞാനും അടക്കം നമ്മൾ ഓരോരുത്തരും പെർസീവ് ചെയ്താൽ തന്നെ മാറ്റം വരുത്തൂലേ. അതാണ് ബിഹേവിയറൽ സെന്റർ പെർസെപ്ഷൻ ആണ്. ആസ് എ റിസൾട്ട് there is a strong link between environmental psychology and other sciences. In many ways it is easy to notice in one's daily life. ഇവിടെ മെയിൻ ആയിട്ടും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് പ്രപ്പോസൽ കൊണ്ടുവന്നു. എവിടെ
നാഷണൽ സയൻസ് ഫൗണ്ടേഷനിൽ അവിടെ അവർ പ്രസന്റ് ചെയ്തു ഒപ്റ്റിമൽ എൻവയോൺമെന്റ് പ്രോബ്ലംസ്, അതായത് മനുഷ്യൻ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് നടന്നു. പങ്കെടുത്തത് ആർക്കിടെക്ട്സും സിവിൽ എഞ്ചിനീയേഴ്സും urban പ്ലാനേഴ്സും സൈക്കോളജിസ്റ്റും സോഷ്യോളജിസ്റ്റും ഒക്കെയാണ്. അവിടെ നിന്ന് മനസ്സിലാക്കിയ ആ കോൺഫറൻസിന്റെ ബാക്കി പത്രമായിട്ട് എൻവയോൺമെന്റൽ സൈക്കോളജി മേർജ് ചെയ്യാന്നുള്ള സിഗ്നിഫിക്കന്റ്ലി മേർജ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഓരോ മനുഷ്യന്റെ പെർസെപ്ഷൻ ആണെന്നാണ് പറയുന്നത്, ബിഹേവിയറൽ സെന്റർ ആയിട്ട്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ സൈക്കോളജിക്ക് മറ്റ് സയൻസുകളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ ബന്ധം പറയുന്നത് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ആണ്. ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ്. അവിടെ സൈക്കോളജിയും എഞ്ചിനീയറിംഗും ഇൻഡസ്ട്രിയൽ ഡിസൈനും ആന്ത്രോപോമെട്രിയും എല്ലാം വരുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി പിന്നെ ഫീൽഡാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ്. അതായത് മനുഷ്യന് ഉതകുന്ന പിന്നെ വസ്തുക്കൾ. ഇപ്പൊ ബ്ലൈൻഡ് ആണെങ്കിൽ ബ്ലൈൻഡിന് പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പിന്നെ ഡിഫക്റ്റ് ഉള്ള അതായത് ഡിഫക്റ്റ് അല്ല, ഇപ്പൊ എനിക്ക് പറ്റുന്ന ഒരു മെഷീനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന ആളാണ്, എനിക്ക് പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് എന്റെ വർക്ക് കറക്റ്റ് ആവും. അങ്ങനെ മനുഷ്യന് പറ്റുന്ന രീതിയിലുള്ള ഒരു മെഷീനറി ഡിസൈൻ ചെയ്യുന്ന വിഭാഗമാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ കേപ്പബിലിറ്റി. കണ്ടോ, ഒരു ഹ്യൂമന്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് ഒരു മെഷീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് human engineering ധർമ്മം. In human engineering, the human factor is a physical attribute of an individual that is unique to the individual and determines human environment equilibrium. കണ്ടോ, നമുക്ക് ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം എൻവയോൺമെന്റ് ഓർ മെഷീനറീസ് എന്തോ ആയിക്കോട്ടെ. Human factor encompasses all aspects of human interact with the world around them with the goal enhancing operational performance, safety and other issues. കണ്ടോ, ഹ്യൂമൻ ഫാക്ടർ എന്നാണ് എല്ലാം നോക്കിയിട്ടാണ് ഓപ്പറേഷണൽ പെർഫോമൻസും സേഫ്റ്റി അതർ ഇഷ്യൂസ് ഒക്കെ നോക്കിയിട്ട് മനുഷ്യന് ഉതകുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ്. അതന്നെയല്ലേ എൻവയോൺമെന്റ് സൈക്കോളജി. എൻവയോൺമെന്റ് ആണ് മനുഷ്യൻ ജീവിക്കുന്ന എൻവയോൺമെന്റിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ. ഹ്യൂമൻ എഞ്ചിനീയറിംഗ് കോൺട്രിബ്യൂട്ട് ഇംപ്രൂവിംഗ് ദ എൻവയോൺമെന്റ് ഫോർ ഹ്യൂമൻ ഇൻ വൺ വേ. ആസ് എ റിസൾട്ട് ഇറ്റ് ഹെൽപ്പ് വിത്ത് വർക്കിംഗ് ഓഫ് എൻവയോൺമെന്റൽ സൈക്കോളജി. ഹ്യൂമന്റെ എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യാനാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. അപ്പൊ അത് എൻവയോൺമെന്റൽ സൈക്കോളജിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യന് ഉതകുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗിന്റെ ധർമ്മം. അതന്നെ എൻവയോൺമെന്റ്, മനുഷ്യന് ഉതകുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻവയോൺമെന്റ് സൈക്കോളജി. സോ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് സൈക്കോളജിയിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അടുത്തതാണ് എൻവയോൺമെന്റ് സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും. അറിയാലോ, എൻവയോൺമെന്റ് സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിക്കും നല്ല ബന്ധമുണ്ട്. കാരണം അപ്ലിക്കേഷൻ അപ്ലൈഡ് സൈക്കോളജി വെച്ചാൽ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതന്നെയല്ലേ എൻവയോൺമെന്റ് ഒരുപാട് പ്രാക്ടിക്കൽ പ്രോബ്ലം വരുന്നുണ്ട്, അതിന് സൊല്യൂഷൻ അപ്ലൈഡ് ആക്കാതെ റിസർച്ചിലൂടെ കണ്ടെത്തി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്ലൈഡ് സൈക്കോളജി. ഓക്കെ, applied environmental psychology attempt to improve environment management for a higher quality of life and psychological development. കണ്ടോ, എൻവയോൺമെന്റ് മാനേജ് ചെയ്തിട്ട് ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫും സൈക്കോളജിക്കൽ ഡെവലപ്മെന്റും ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്ലൈഡ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് മാനേജ് ചെയ്യുക, അതിലൂടെ നല്ലൊരു ലൈഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. It researches effective way to protect the natural environment, better ways to develop to own and strategies to raise environmental consciousness among the general public. കണ്ടോ, എഫക്റ്റീവ് ആയിട്ടുള്ള റിസർച്ചുകൾ ചെയ്യാം, നാച്ചുറൽ എൻവയോൺമെന്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, ബെറ്റർ ടൗൺസും കമ്മ്യൂണിറ്റീസും എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതുപോലെ എൻവയോൺമെന്റൽ കോൺഷ്യസ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക ജനറൽ പബ്ലിക്. എൻവയോൺമെന്റിനെ പറ്റിയിട്ട് എൻവയോൺമെന്റ് ബെറ്റർ ആയിട്ടുള്ള റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാം. അതാണ് എൻവയോൺമെന്റ് അപ്ലൈഡ് എൻവയോൺമെന്റൽ സൈക്കോളജി ചെയ്യുന്നത്.
Okay, in town planning, psychology has a lot of applications. While planning the growth of town, studies on how communities works, people's psychological requirement and their likes and dislikes should be taken into account. കണ്ടോ, ടൗൺ പ്ലാനിങ്, ഒരു ടൗൺ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ നോക്കണം? ലോട്ട്സ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. എങ്ങനെ പിന്നെ ടൗണിന്റെ ഗ്രോത്ത്, എങ്ങനെ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നു, എന്താണ് അവിടുത്തെ ആളുകളുടെ സൈക്കോളജിക്കൽ റിക്വയർമെന്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ടൗൺ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത്. സിൻസ് ദ എൻവയോൺമെന്റ് നോട്ട്സ് ദ ലിമിറ്റ്സ് ബിഹേവിയർ, കെയർഫുൾ പ്ലാനിങ് ഇസ് റിക്വയർഡ് ടു അച്ചീവ് ഒപ്റ്റിമൽ ഹാപ്പിനെസ്, എഫിഷ്യൻസി ആൻഡ് ഗ്രോത്ത്. അതായത് എൻവയോൺമെന്റ് ഒരു പരിധി വരെ നമ്മുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്ലാനിങ് റിസർച്ചും ചെയ്ത് ആപ്ലിക്കേഷൻ കൊണ്ടുവരണം. ഹാപ്പിനെസ്സും എഫിഷ്യൻസിയും ഗ്രോത്തും ഒപ്റ്റിമൽ ആവാൻ. മിനിമം അല്ല, മാക്സിമം. ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ പറ്റുന്നിടത്തോളം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം അപ്ലൈഡ് എൻവയോൺമെന്റൽ സൈക്കോളജി എന്താ ചെയ്യുന്നത്? എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ആക്കിയിട്ട് അതുവഴി ക്വാളിറ്റി ഓഫ് ലൈഫും സൈക്കോളജിക്കൽ ഡെവലപ്മെന്റും ഉണ്ടാക്കാന്നുള്ളതാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നാച്ചുറൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ടൗൺ ആൻഡ് കമ്മ്യൂണിറ്റീസിനെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ എൻവയോൺമെന്റൽ കോൺഷ്യസ് റേസ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കാൻ ജനറൽ പബ്ലിക്. അതായത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി റിസർച്ചുകൾ കണ്ടെത്തി, വേസ് കണ്ടെത്തി അത് അപ്ലൈ ചെയ്യാണ് അപ്ലൈഡ് എൻവയോൺമെന്റ്. എങ്ങനെ നമുക്ക് നാച്ചുറൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാം, അതിന് റിസർച്ച് ചെയ്യും, അതിന് മെത്തേഡ് കണ്ടെത്തിയിട്ട് അത് അപ്ലൈ ചെയ്യും. അവിടെ ടൗൺ പ്ലാനിങ്ങിലാണ് ഏറ്റവും പിന്നെ ആപ്ലിക്കേഷൻ വരുന്നത് ഏറ്റവും കൂടുതൽ. അവിടെ ടൗണിന്റെ ഗ്രോത്തും കമ്മ്യൂണിറ്റിന്റെ വർക്കും അവരുടെ സൈക്കോളജിക്കൽ റിക്വയർമെന്റും അവരുടെ ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ നോക്കിയിട്ട് വേണം ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ എൻവയോൺമെന്റിന് പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾ കെയർഫുൾ പ്ലാനിങ് കൊണ്ടുവരണം. എന്നാല് ഒപ്റ്റിമൽ ഹാപ്പിനെസ്, എഫിഷ്യൻസി ആൻഡ് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ? ഹലോ ഹലോ അൻഷിഫ, ഇനി എൻവയോൺമെന്റൽ സൈക്കോളജി ആൻഡ് കമ്മ്യൂണിറ്റി സൈക്കോളജി. എൻവയോൺമെന്റൽ സൈക്കോളജി ആൻഡ് കമ്മ്യൂണിറ്റി സൈക്കോളജി. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റ് തന്നെയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്തിനെ പഠിക്കുന്ന വിഭാഗമാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി. അവിടുത്തെ എൻവയോൺമെന്റ് സെറ്റ് ആക്കിയിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ എൻവയോൺമെന്റ് സെറ്റ് ആക്കി കമ്മ്യൂണിറ്റി ഗ്രോ ആവും. അപ്പൊ എന്താവും? അവിടെ രണ്ടും സെറ്റ് ആവും. അതാണ് influence of social environment is the emphasis of community psychology, whereas the influence of physical environment is subject of environmental psychology. Okay, കമ്മ്യൂണിറ്റിയുടെ എൻവയോൺമെന്റ് എങ്ങനെ കൂട്ടാന്നാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി. ഫിസിക്കൽ എൻവയോൺമെന്റ് എങ്ങനെ കൂട്ടാന്നാണ് എന്ത് എൻവയോൺമെന്റൽ സൈക്കോളജി. രണ്ടും കൂടി ഒരു കോൺട്രിബ്യൂഷൻ തന്നെയല്ലേ വരുന്നത്. നോക്കിക്കേ, ഒരു കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആദിവാസി കമ്മ്യൂണിറ്റി, അങ്ങനെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ സൈക്കോളജി എംഫസൈസ് ചെയ്യാന്നുള്ളതാണ്. സോഷ്യൽ എൻവയോൺമെന്റ് കൂട്ടുക, അവരുടെ സോഷ്യലി ഉള്ള കാര്യങ്ങൾ കൂട്ടാന്നുള്ളതാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി നോക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ് എംഫസൈസ് ചെയ്യാനാണ് എൻവയോൺമെന്റൽ സൈക്കോളജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. The study of social process in physical context as well as psychology of social setting such as home, workplace, school falls under the umbrella of community and environment. കണ്ടോ, നോക്കിക്കേ, ഒരു ഫിസിക്കൽ കോണ്ടെക്സ്റ്റിലെ സോഷ്യൽ പ്രോസസ്സ്, അതുപോലെ തന്നെ സോഷ്യൽ സെറ്റിംഗ്സിലെ സൈക്കോളജി, അതായത് വർക്ക് പ്ലേസിലെ, ഹോമിലെ, സ്കൂൾസിലെ, ഇതൊക്കെ രണ്ടിന്റെ അണ്ടറിൽ വരുന്നത്. ഹോം ഒരു കമ്മ്യൂണിറ്റിയാണ്, സ്കൂൾ ഒരു കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് ഓൾസോ ഹോമിന് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്, വർക്ക് പ്ലേസിന് ഒരു എൻവയോൺമെന്റ് ഉണ്ട്, സ്കൂളിന് ഒരു എൻവയോൺമെന്റ് ഉണ്ട്. ഇത് രണ്ടിന്റെയും അണ്ടറിൽ വരുന്നതാണ്. ബ്രോൺഫൻ ബേർണർ 1989 ecological approach to human development has contributed to a better understanding of how the quality of one's type of environment, such as family, are influenced by other aspects of participants' life, such as occupational and educational settings. ബ്രോഫൻ ബേർണർ അദ്ദേഹത്തിന്റെ എക്കോളജിക്കൽ അപ്രോച്ച് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നൊരു തിയറി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ എൻവയോൺമെന്റ് വഴി ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാം, അതായത് ഫാമിലി അങ്ങനെയുള്ള എൻവയോൺമെന്റ്, നമ്മളെ സോഷ്യൽ എൻവയോൺമെന്റ് വഴി ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാം, അതുപോലെ ഓക്യുപ്പേഷണൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് ഒക്കെ വഴി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാം. ഒന്നുമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ പ്രോസസ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കമ്മ്യൂണിറ്റി സൈക്കോളജി എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഫിസിക്കൽ എൻവയോൺമെന്റിനെ എംഫസൈസ് ചെയ്യാണ് എൻവയോൺമെന്റൽ സൈക്കോളജി. രണ്ടും ഒരു കൊടക്കീഴിൽ വരുന്നതാണ്. ഹോം, വർക്ക് പ്ലേസ്, സ്കൂളൊക്കെ. ബേർൺഫൻ ബേർണിന്റെ
ബ്രോഡ്ഫൻബർണിന്റെ എക്കോളജിക്കൽ അപ്രോച്ച് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ലൈഫ്, പിന്നെ ഫാമിലി, ഒക്യുപ്പേഷണൽ, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലൊക്കെ ബോത്ത് സോഷ്യൽ എൻവയോൺമെന്റും ഫിസിക്കൽ എൻവയോൺമെന്റ് രണ്ടും കൂടി ആ ആളുടെ ലൈഫിനെ എന്താക്കുന്നുണ്ട്, ബെറ്റർ ആക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇതാണ് എൻവയോൺമെന്റൽ സൈക്കോളജിയും കമ്മ്യൂണിറ്റി സൈക്കോളജിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കമ്മ്യൂണിറ്റി സൈക്കോളജി സോഷ്യൽ എൻവയോൺമെന്റും എൻവയോൺമെന്റൽ സൈക്കോളജി ഫിസിക്കൽ എൻവയോൺമെന്റും ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അടുത്തതാണ് എൻവയോൺമെന്റൽ സൈക്കോളജി ആൻഡ് ആർക്കിടെക്ചറൽ സൈക്കോളജി. അറിയാലോ, മാൻമെയ്ഡ് എൻവയോൺമെന്റ് ഉദ്ദേശിക്കുന്നത് നാച്ചുറലും മാൻമെയ്ഡും. ഈ മാൻമെയ്ഡ് ആരാ ഉണ്ടാക്കുന്നത്? ആർക്കിടെക്ചേഴ്സ് ആണ്. സോ ആർക്കിടെക്ചറൽ സൈക്കോളജി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എൻവയോൺമെന്റ്. കാരണം എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് നാച്ചുറൽ ആണ്, പുഴ, തോട്, പിന്നെ കടല്, മലനിരകള്, പിന്നെ ഭൂപ്രദേശങ്ങളൊക്കെ. അത് കൂടാതെ മാൻമെയ്ഡും ഉണ്ട്. ബിൽഡിങ്സ്, മാൻമെയ്ഡ് ആയിട്ടുള്ള തടാകങ്ങള്, അതും ഒക്കെ എന്തിൽ വരുന്നുണ്ട്? എൻവയോൺമെന്റൽ സൈക്കോളജി. ഈ മാൻമെയ്ഡ് ഉണ്ടാക്കുന്ന ആരാണ്? ആർക്കിടെക്ചേഴ്സ്. So obviously there is a relationship. In many ways, psychology and architectural psychology. The study by Itelson and Prashanki's group in United States look at the link between architectural design and the behavior of psychiatric patients. വളരെയായിരുന്നു അത്. സൈക്യാട്രിക് പേഷ്യന്റിന്റെ ആർക്കിടെക്ചറൽ ഡിസൈന് അത്രയും നല്ലതാണെങ്കിൽ അവർക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ് കുറച്ച് കിട്ടും. അതിന്റെ ഒരു സ്റ്റഡി ആയിരുന്നു നമ്മുടെ ആര് ചെയ്തത്? നമ്മുടെ ഇറ്റൽസണും പ്രശാന്തിയും ചെയ്തത്. At the same time, other psychologists and psychiatrists in the United States and other nations were working on comparable research projects. അതേസമയം തന്നെ മറ്റ് സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ നോക്കിയത് കമ്പാരബിൾ റിസർച്ച് പ്രോജക്ട്സ്. ഇവർ നോക്കിയത് ഈ ഒരു പേഴ്സണൽ സ്പേസ്, അതായത് ഇവർ വസിക്കുന്ന സ്ഥലം മാറ്റിയാല് അല്ലെ, നമ്മളൊക്കെ, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വെളിച്ചമുള്ള വീട് ഭയങ്കര ഇഷ്ടം, ഭയങ്കര പോസിറ്റിവിറ്റി തരും. ഇനിയിപ്പോ വീട് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. എന്റെ തറവാട് വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണെങ്കിലും വെളിച്ചം കുറവായിരുന്നു. പണ്ടത്തെ ആർക്കിടെക്ചറിൽ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം ഈ ഹാളിലൊന്നും ഒട്ടും വെളിച്ചം ഉണ്ടാവില്ല. ഹാളിൽ തീരെ പുറത്തോട്ടുള്ള ഒരു ജനവാതിലില്ല. ഹാള് നടുക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അതൊരു ബുദ്ധിമുട്ട്, കുറെ കാലം കഴിഞ്ഞപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചാല് എല്ലാ സ്ഥലത്തും ഗ്ലാസ് ഡോറാണ്, ഗ്ലാസ് വിൻഡോയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് വെളിച്ചം കയറും. നല്ല ഒരു പോസിറ്റിവിറ്റിയാണ് വെളിച്ചം. എനിക്ക് കിട്ടും പേഴ്സണലി, എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് വെളിച്ചം ഉണ്ടാകുമ്പോൾ. അതാണ് പറയുന്നത്, ഒരു മനുഷ്യന്റെ എൻവയോൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടെയുള്ള സമയത്ത് ഒരു ഡിപ്രസ്ഡ് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന പോരാട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ 5-10 അല്ല 26 വർഷത്തോളം ഞാൻ താമസിച്ചത് അവിടെയാണെങ്കിൽ പോലും കുറെ കഴിഞ്ഞപ്പം ആ ഹാൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. മുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം മുകളിൽ ടെറസും എന്റെ റൂമും കാര്യങ്ങളൊക്കെ മുകളിലായിരുന്നു. അവിടെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ. എനിക്ക് വെളിച്ചമാണ്. അപ്പോഴെനിക്ക്, ഞാൻ എപ്പോഴും പഠിക്കുന്നത് പോലും ടെറസിലാണ്. ഒരിക്കലും ഞാൻ റൂമിൽ ഇരുന്ന് പഠിക്കാറില്ല. ഇപ്പം ഫ്ലാറ്റിലാണെങ്കിൽ പോലും ഞാൻ 3-ാം നിലയിലാകും പിന്നെ ടെറസ് പോയിട്ടിരുന്നത്. കാരണം വെളിച്ചം എനിക്ക് പോസിറ്റിവിറ്റി ഉണ്ട്. അതാണ് പറയുന്നത്. നോക്കിക്കേ, aside from the somber created the notions of human tertiarity and personal space, which would go on to have a huge impact on psychology in general, environmental psychology is particular and architectural design. കണ്ടോ, പേഴ്സണൽ സ്പേസും ടെർഷ്യറാലിറ്റി ഒന്നല്ല, നമ്മൾ താമസിക്കുന്ന എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഡിസൈന് നമ്മളെ സൈക്കോളജിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വെളിച്ചം ഉണ്ടായാലും ഒരു പോസിറ്റിവിറ്റിയാണ്. എനിക്കിപ്പോ തന്നെ ഒരു വെളിച്ചം, അതൊക്കെ എനിക്ക് പോസിറ്റീവ്. അതാണ് പറയുന്നത്. നേരെ മറിച്ച് വെളിച്ചം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ടാണ് അവരുടെ എന്താണ് നീഡ് അനുസരിച്ച് അതെല്ലാം ആർക്കിടെക്ചേഴ്സ് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ വീടെടുക്കാൻ പോകുമ്പോൾ എന്റെ ആർക്കിടെക്ചറോട് ഞാൻ പറയും എത്രത്തോളം വെളിച്ചം വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും അത്രത്തോളം വെളിച്ചം വേണമെന്നുള്ളത്. അപ്പൊ അത് ഇഷ്ടമില്ലാതാണ് അതിനനുസരിച്ച്. അപ്പം എന്റെ പോസിറ്റിവിറ്റി കണ്ടോ എന്റെ അപ്പം എൻവയോൺമെന്റൽ സൈക്കോളജിയും ആർക്കിടെക്ചറും രണ്ടും എന്താണ് ലിങ്ക്ഡ് ആണ്. The constructed physical environment
അതായത് ആർക്കിടെക്ചർ, ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഹൗ ഇറ്റ് എഫക്റ്റഡ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് വെൽബീങ് were given a lot of attention in the early days of environmental psychology. കണ്ടോ, കൺസ്ട്രക്റ്റഡ് ഫിസിക്കൽ എൻവയോൺമെന്റ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഫിസിക്കൽ എൻവയോൺമെന്റ് നമ്മളെ ബിഹേവിയറിനെയും വെൽബീങ്ങിനെയും എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഹ്യൂമൻ എൻവയോൺമെന്റ് മുതലേ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ദ പൊളിറ്റിക്കൽ ആൻഡ് ഇൻഫ്ലുവൻസ് ദിസ് അറ്റൻഷൻ ബിൽഡ് അവിടെ ഈ എൻവയോൺമെന്റൽ സൈക്കോളജിക്ക് ഇത് താല്പര്യമായപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യൽ സർക്കംസ്റ്റൻസും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ബിൽഡ് എൻവയോൺമെന്റ്. മോഡേൺ ഡിസൈൻ അറ്റംപ്റ്റ് ടു ആൻസർ ദ പോസ്റ്റ് വാർ കൺസേൺസ് അഡിക്വേറ്റ് ഹൗസിംഗ്. ഇവിടെ മോഡേൺ ഡിസൈന് പോസ്റ്റ് വാർ കൺസേൺസ് അഡിക്വേറ്റ് ഹൗസിംഗ് ഒക്കെ ഉണ്ടാകുന്ന എന്താ വെച്ചാല് വാർ കഴിഞ്ഞിട്ട് എല്ലാം നശിച്ചു പോകുമ്പോൾ അഡിക്വേറ്റ് ഹൗസിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതായിരുന്നു പിന്നീട് എൻവയോൺമെന്റൽ സൈക്കോളജിക്ക് ഒരു താല്പര്യം. അതായത് എല്ലാം നശിച്ചവർക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന രീതിയിൽ ഒരു വീട് ഉണ്ടാക്കാം. Modern design attempt after the post-war concerns such as adequate housing. Many environmental psychological research look at how to best design homes, office, and hospitals for their intended users, as well as how environmental stresses, that excessive temperature, humidity, crowding, affect human performance well-being. Kando, environmental psychology research എന്താണ്, എങ്ങനെ ബെസ്റ്റ് ഹോം, ഓഫീസ്, ഹോസ്പിറ്റലൊക്കെ ഡിസൈൻ ചെയ്യാം യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ കാര്യങ്ങൾ എങ്ങനെ മനുഷ്യന്റെ പെർഫോമൻസിനെയും വെൽബീങ്ങിനെയും ബാധിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ സൈക്കോളജിസ്റ്റ് മെയിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ ഈ ഫസ്റ്റ് വൺ ഹോം, ഓഫീസ്, ഹോസ്പിറ്റൽ, ഇത് നോക്കുന്നവരാണ് ആര്, നമ്മുടെ ആർക്കിടെക്ചേഴ്സ്. അപ്പൊ ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ വർഷങ്ങളായിട്ട് ഞാനും എന്റെ ഫാമിലിയൊക്കെ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞ പോലത്തെ അറ്റ്മോസ്ഫിയർ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിന്, എസ്പെഷ്യലി ലേബർ റൂം ഒക്കെ. ഒരുപാട് ലേബർ റൂമിനെ പറ്റി ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും പ്രസവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ ഒരു നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ് ആണ്. പുറം രാജ്യങ്ങളിലൊക്കെ വീട്ടില് നടക്കുന്ന ഒരു പ്രോസസ്. ഡോക്ടേഴ്സ് ഒന്നല്ല, എന്താ അതിന് പറയാ, എന്തോ പറയും, നേഴ്സസ്, അവിടുത്തെ എന്തോ ഒരു നേഴ്സുകളാണ് അത് ചെയ്യാറുള്ളത്. നേഴ്സല്ല, അതിനായിട്ട് പഠിക്കുന്ന, എനിക്ക് പേര് ഇപ്പൊ കിട്ടുന്നില്ല, അവരാണ് അത് ചെയ്യാറുള്ളത്. അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടുത്തെ ലേബർ റൂംസ് ഒക്കെ ഭയങ്കര പിന്നെ എന്തോ പോലെ, അപ്പൊ നമുക്ക് ഭയങ്കര ഒരു മിഡ് ലേഡീസ്, മിഡ് വൈഫ്, യെസ് മിഡ് വൈഫ്സ്, അവരാണ് അത് ചെയ്യുക. മിഡ് വൈഫ്സ് എന്നാട്ടോ അവരെ വിളിക്കുക. മിഡ് വൈഫ്സ് അവരാണ് പ്രസവമൊക്കെ എടുക്കുക. വീട്ടിലാണ് ഉണ്ടാവുക, വീട്ടില് ഫാമിലിയുടെ ഒക്കെ കൂടെ ചേർത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രോസസ്. അങ്ങനത്തെ സാധനമാണ് ഈ ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ. അപ്പൊ അവരുടെ നെഗറ്റിവിറ്റിയും കൂടി ആണെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്ലെൻലിനെസ് ആണ്. ഞാനാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവമായിരുന്നു, 2 എണ്ണം. ഞാൻ ഒരുപാട് തവണ ലേബർ റൂമിൽ കിടന്നിട്ടുണ്ട്. ഒരുപാടല്ല കേട്ടോ, മോർ ദാൻ 25-30 ടൈംസ് ഞാനിങ്ങനെ ലേബർ റൂമിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് വേറെ ഹോസ്പിറ്റലാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എസ്പെഷ്യലി എൻവയോൺമെന്റ് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ട്, നല്ല ലൈറ്റിംഗ് ആണ്. രാത്രി ആയപ്പോലും ലൈറ്റിങ്സ് ഉണ്ട്. ടൈമും രാത്രി ആയി എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്യൂബിക്കുള്ള ലൈറ്റ് ഓഫ് ചെയ്യാം, ഹാളിലൊക്കെ എപ്പോഴും ലൈറ്റ് ഉണ്ടാവും. നമുക്കൊരു ഒരു കംഫർട്ടബിൾ ആണ്. അങ്ങനെയാണ് അതാ പറയുന്നത് ഹോം, ഓഫീസ്, ഹോസ്പിറ്റൽ. എന്റെ ഇപ്പം ഇവിടെ ക്ലിനിക് ആണെങ്കിലും ഫുൾ വൈറ്റ് ആണ്, നല്ല ലൈറ്റിംഗ് ആണ്. അതൊക്കെ നമുക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരും. അത് ആർക്കിടെക്ചേഴ്സ് ആണല്ലോ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ സൈക്കോളജിക്കും ആർക്കിടെക്ചറൽ സൈക്കോളജിക്കും നല്ല ബന്ധമുണ്ട്. Environmental psychology was established as a field of research to create structures that would promote behavioral functions. കണ്ടോ, ബിഹേവിയർ ഫങ്ഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രക്ചർ ഉണ്ടാക്കാം. അപ്പം എൻവയോൺമെന്റൽ സൈക്കോളജിക്കും ആർക്കിടെക്ചറൽ സൈക്കോളജിക്കും നല്ല റിലേഷൻ ഉണ്ട്. ഞാനിവിടെ ഇതൊരു ഹാളായിരുന്നു കേട്ടോ, 730 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഹാളായിരുന്നു. അത് വെച്ചാൽ ഒന്നുമില്ല. നിങ്ങളെ എപ്പോഴെങ്കിലും നമ്മൾ ഇന്റേൺഷിപ്പിലൊക്കെ വരാണെങ്കിൽ ഒരു 750 സ്ക്വയർ ഫീറ്റിന് ഒരു പക്കാ ഹാളായിരുന്നു. ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തതാണ്. എൻ്റെ കൺസൾട്ടിങ് റൂം ബാക്കില് ഈ ഹാളിന്റെ ബാക്കില് ഈ വാളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാട്ടോ. ഈ വാളിന്റെ ബാക്കില് കോൺഫറൻസ് ഹാളാണ്. ഒരു 10-25 പേർക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന കോൺഫറൻസ് ഹാൾ. അതിന് തൊട്ട് ബാക്കിലായിട്ട് ലൈബ്രറി. ഇപ്പൊ മുകളിലത്തെ പോർഷനും കൂടി എടുത്തു. അപ്പൊ അവിടെയൊക്കെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് കുറച്ചുകൂടെ ലൈറ്റിങ്സ്, കുറച്ചുകൂടെ ഒരു പോസിറ്റിവിറ്റി, അതായിരുന്നു മെയിൻ ആയിട്ട് നോക്കി. അപ്പോഴേ നമുക്കൊരു മൂഡ് ഉണ്ടാവും. അതാണ് എൻവയോൺമെന്റൽ സൈക്കോളജിയും ആർക്കിടെക്ചറൽ സൈക്കോളജിയും തമ്മിലുള്ള
relation. Okay, ആണോ? അപ്പം ഇത്രയും ഫീൽഡുമായിട്ട് എൻവയോൺമെന്റൽ സൈക്കോളജിക്ക് റിലേഷൻ ഉണ്ട് കേട്ടോ. ജനറൽ സൈക്കോളജി, ബയോളജിക്കൽ സൈക്കോളജി, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് സൈക്കോളജി, കമ്മ്യൂണിറ്റി സൈക്കോളജി ആൻഡ് ആർക്കിടെക്ചറൽ സൈക്കോളജി. ഈ എൻവയോൺമെന്റൽ സൈക്കോളജി സ്പെഷ്യൽ റെഫറൻസ് ഇന്ത്യൻ കോൺടെക്സ്റ്റ്. ഇന്ത്യയിൽ ഒരുപാട് പുരാതനമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളും കുറേ മോണമെന്റ്സ് ഉള്ള സ്ഥലമാണ്. അപ്പം ഇന്ത്യൻ കോൺടെക്സ്റ്റിന്റെ റെഫറൻസ് വെച്ച് എൻവയോൺമെന്റൽ സൈക്കോളജി അത്ര വലിയ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഒന്നല്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. Environmental psychology studies the effect of environment on behavior as well as the consequences of behavior on the environment. കേട്ടോ, എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എൻവയോൺമെന്റ് എങ്ങനെ ബിഹേവിയർ എഫക്ട് ചെയ്യുന്നു, ബിഹേവിയർ എങ്ങനെ, അതുവഴി ബിഹേവിയർ എങ്ങനെ എൻവയോൺമെന്റ് എഫക്ട് ചെയ്യുന്നു. ഈ രണ്ടും പഠിക്കുന്ന വിഭാഗമാണ് എൻവയോൺമെന്റൽ സൈക്കോളജി. Environmental psychologists typically take a multidisciplinary approach to the work. അറിയാലോ, മൾട്ടിഡിസിപ്ലിനറി, ഒരു ഡിസിപ്ലിൻ മാത്രമല്ല, സോഷ്യോളജിയോ ആന്ത്രപ്പോളജിയോ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് എൻവയോൺമെന്റൽ സൈക്കോളജി. However, the solution is depend on the problem. For example, the Gestalt technique is more suited to researching environmental perception. അതായത് അവിടെ ഒരു സൊല്യൂഷൻ ആണ് പ്രോബ്ലം. ഇപ്പം പരിസ്ഥിതി സംരക്ഷിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും സൊല്യൂഷൻ. ബിൽഡിംഗ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും. അതായത് ഇവിടെ എൻവയോൺമെന്റൽ സൈക്കോളജിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രോബ്ലത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പം എൻവയോൺമെന്റൽ പെർസെപ്ഷൻ ആണെങ്കിൽ ഗെസ്റ്റാൾട്ട് ടെക്നിക്കാണ്, ബിൽഡിംഗ് ആണെങ്കിൽ ആർക്കിടെക്ചറൽ സൈക്കോളജി. അത് എന്താണോ നമ്മുടെ പ്രോബ്ലം, സൊല്യൂഷൻ അല്ല പ്രോബ്ലം, അതിനനുസരിച്ചിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാവുക. Environmental psychology studies in India started approximately 3.5 decades. 35 വർഷം മുന്നാണ് എഗോ, ട്രീറ്റിംഗ് ദ എൻവയോൺമെന്റ് ആസ് സെപ്പറേറ്റ് എൻറ്റൈറ്റി ആൻഡ് എക്സ്പ്ലോറിംഗ് ദ യൂണിഡയറക്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ എൻവയോൺമെന്റ് ആൻഡ് ബിഹേവിയറൽ ഔട്ട്കം, സോഷ്യൽ ഔട്ട്കം. സൈക്കോളജിസ്റ്റ് അഡാപ്റ്റ് എ സോഷ്യൽ സിസ്റ്റം പെർസ്പെക്റ്റീവ് to analyze social problems and environmental issues. 35 വർഷം മുന്നാണ് അവിടെ എൻവയോൺമെന്റ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് യൂണി ഡയറക്ഷണൽ റിലേഷൻഷിപ്പ് ആണ് ഫിസിക്കൽ എൻവയോൺമെന്റും ബിഹേവിയറൽ ഔട്ട്കമും സോഷ്യൽ ഔട്ട്കമും. അവിടെ സൈക്കോളജിസ്റ്റുകൾ സോഷ്യൽ സിസ്റ്റം പെർസ്പെക്റ്റീവ് ആണ്, സൊസൈറ്റിനെ വെച്ചിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് നോക്കിയത്. സോഷ്യൽ പ്രോബ്ലംസും എൻവയോൺമെന്റൽ ഇഷ്യൂസും മൊത്തത്തിൽ ഒരാളെ എടുത്തിട്ടല്ല, ഒരു സൊസൈറ്റിനെ എടുത്തിട്ടാണ് സോഷ്യൽ പ്രോബ്ലമും എൻവയോൺമെന്റൽ ഇഷ്യൂസും സൈക്കോളജിസ്റ്റുകൾ പഠിച്ചത്. Contemporary research on environmental psychology in India, carried out with the Euro-American psychological framework, has focused on the human response to various environmental such as crowding, noise, pollution, poverty, disaster, encroachment of territory and personal space, etc. has ignored other aspects of environmental problem and issue. അതായത് ഇന്ത്യയിൽ കണ്ടംപററി റിസർച്ച് ഓൺ എൻവയോൺമെന്റൽ സൈക്കോളജി ഫോക്കസ് ചെയ്തത് യൂറോ അമേരിക്കൻ സൈക്കോളജിക്കൽ ഫ്രെയിംവർക്ക് ആണ്. അതായത് എൻവയോൺമെന്റൽ സ്ട്രെസ്സേഴ്സിന് മാത്രമാണ്, ക്രൗഡിങ്, നോയ്സ്, പൊല്യൂഷന്, ദാരിദ്ര്യം, ഡിസാസ്റ്റർ, എൻക്രോച്ച്മെന്റ് ഓഫ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളിനെ ഇന്ത്യന്റെ കേസിൽ ഇഗ്നോർ ചെയ്തിരുന്നു. റിസർച്ച് ഇൻ എൻവയോൺമെന്റൽ സൈക്കോളജി ഇൻ ഇന്ത്യ ഹാസ് ബീൻ ഡോമിനേറ്റഡ്ലി മെയിൻലി ഇൻ ദ ഏരിയ ഓഫ് ക്രൗഡിങ് ആൻഡ് ഗ്രോയിങ് പൊല്യൂഷൻസ്. കണ്ടോ, എൻവയോൺമെന്റൽ സൈക്കോളജി ഇന്ത്യയിൽ ഡോമിനേറ്റ് ചെയ്തത് ക്രൗഡിങ്ങും ഗ്രോയിങ് അറിയാലോ, ഇവിടെ പോപ്പുലേഷന്റെ കാര്യത്തിൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ചൈനയാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ ചൈനയുടെ സ്പേസിന് അത്രയുള്ള ആൾക്കാർ അവിടെ ആയിട്ടില്ല. പോപ്പുലേഷൻ കൂടുതൽ ചൈനയിലാണെങ്കിലും ചൈനയ്ക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്, അപ്പൊ അത്ര അങ്ങോട്ട് അവിടെ പോപ്പുലേഷൻ ആണ്. നമ്മുടെ സ്പേസിലും എത്രയോ അധികമാണ് നമ്മുടെ പോപ്പുലേഷൻ. സോ ഇവിടുത്തെ കേസിൽ, ഇന്ത്യയുടെ കേസിൽ എൻവയോൺമെന്റൽ സൈക്കോളജി മെയിൻ ഫോക്കസ് ചെയ്തത് ക്രൗഡിങ്ങും ഗ്രോയിങ് പോപ്പുലേഷനാണ്. The development of environmental psychology in India refers to the considering the problem and the work of social scientists, some research including tertiarity, deprivation. They all use ecological perspective to study psychological adaptation. ഇവിടെ environmental psychology ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത് സോഷ്യൽ സയന്റിസ്റ്റുകളുടെ വർക്കും റിസർച്ചും ഒക്കെയാണ്. അതായത് ടെറിഷറിയാലിറ്റിയും ഡിപ്രിവേഷനും ഒക്കെ പോലെ ഇവിടെ എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്, എക്കോളജിയാണ് അവർ നോക്കിയത്, സൈക്കോളജിക്കൽ അഡാപ്ഷൻ. Cross-cultural techniques were used to examine the cognitive behavior of 3 tribal groups in the state of Bihar, Biror, Asir and Ori. അതായത് 3
ട്രൈബ്സിനെ എടുത്തിട്ട് ക്രോസ് കൾച്ചറൽ കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിരുന്നു. The other aspect of ecological environment and research in India have been reviewed by Jain and Patson and Pirta. പിന്നെ എക്കോളജിക്കൽ എൻവയോൺമെന്റ് റിസർച്ച് ചെയ്തതും റിവ്യൂ ചെയ്തതും ജെയിനും പാൽസനും പിർത്തയൊക്കെയാണ്. In 21st century, people were mainly concerned with the problem of nature like global warming, ozone depletion, acid rain and other pollution. 21ാം നൂറ്റാണ്ടായപ്പോഴത്തേനും മെയിൻ കൺസേൺ ഗ്ലോബൽ വാർമിങ്ങും ഓസോൺ ഡിപ്ലീഷനും ആസിഡ് റെയിനും പോലെയായി. Psychologists are facing challenges and trying to engage constructively in engaging the development process and framing of social policies that are pro-environmental and hints towards sustainable development. കണ്ടോ, ഇപ്പൊ മെയിൻ ആയിട്ട് ഫേസ് ചെയ്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്, നശിച്ചു പോവാതിരിക്കാനുള്ള ഡെവലപ്മെന്റ്. കാരണം ഓസോൺ ഡിപ്ലീഷൻ വന്നു, ഗ്ലോബൽ വാർമിംഗ് വന്നു, ആസിഡ് റെയിൻ വന്നു, പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വന്ന് ഇപ്പം സൈക്കോളജിസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം, അതിന് സോഷ്യൽ പോളിസീസ് കൊണ്ടുവരാം. അതിന്റെ ഭാഗമായിട്ടല്ല ഇപ്പൊ കുറെ വയലൊന്നും നികത്താൻ പറ്റില്ല. ഇപ്പം കുറെ മരടിലൊക്കെ കണ്ടില്ലേ, ഫ്ലാറ്റ് പൊളിച്ചു കളയേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ഇപ്പോഴാണ് ബോധം വന്നത്. This approach has been established by Mehta 2001, Pirta 2007 to 2009 and Tripathi 2003 in Indian context. The future direction for research in the Indian context may include culture-specific method and may be more appropriate for understanding environment-behavior relation in Indian socio-cultural and environmental context. Future direction, future ആട്ടോ പറയുന്നത്. പാസ്റ്റ് പറഞ്ഞു, കറണ്ട് പറഞ്ഞു, ഇനി ഫ്യൂച്ചർ. കറണ്ട് എന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഒക്കെ. പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്, അതായത് ക്രൗഡിങ്, നോയ്സ്, പൊല്യൂഷൻ, പോവർട്ടി. ഇനി ഫ്യൂച്ചർ ആട്ടോ പറയുന്നത്. Future direction of research in Indian context may include culture specific methods. അതായത് എൻവയോൺമെന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓരോ കൾച്ചർ സ്പെസിഫിക് മെത്തേഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സോഷ്യോ കൾച്ചറൽ ആൻഡ് എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റ്. ടു ഡെവലപ്പ് cultural inclusive environmental psychology in India, there is a need to analyze the environment behavior relation from a broader perspective, which may be advised within the എക്കോ കൾച്ചറൽ ഫ്രെയിംവർക്ക്. ആ കൾച്ചറിനെ പഠിക്കണം, എന്നാലേ അവിടെ എന്താക്കാൻ പറ്റുള്ളൂ. ആ കൾച്ചർ ഇപ്പം ആദിവാസി കോളനികളിലൊക്കെ ആണെങ്കിൽ അവർ പ്രകൃതിയെ നന്നായിട്ട് സംരക്ഷിക്കും. നേരെ മറിച്ച് ഒരു ടൗണിലേക്ക് വരാണെങ്കിൽ അവിടുത്തെ കൾച്ചർ വേണം. കൾച്ചർ മനസ്സിലായിട്ട് എക്കോ കൾച്ചറൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കാം. ബിക്കോസ് ദ പേഴ്സൺ ഇസ് പെർസീവ്ഡ് ആസ് inexhaustible part of human being, as an integral part of the universe. എന്തുകൊണ്ടാണ് പേഴ്സൺ പെർസീവ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്, ഞാൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് യൂണിവേഴ്സ് ആണ്. അപ്പം അയാളുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എൻവയോൺമെന്റ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതാണ് എക്കോ കൾച്ചറൽ ഫ്രെയിംവർക്ക്. As eco-cultural framework incorporate both socio-cultural and physical component of the environment in shaping the human behavior, it can provide culture-specific way and needs to deal with the present environmental crisis. കണ്ടോ, ഒരു eco-cultural framework രണ്ടും socio-cultural, physical component രണ്ടും നോക്കുന്നുണ്ട്. കൾച്ചറും നോക്കുന്നുണ്ട്, നമ്മൾ എൻവയോൺമെന്റും നോക്കുന്നുണ്ട്, ഹ്യൂമൻ ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ കൾച്ചർ സ്പെസിഫിക് വേ കിട്ടും എൻവയോൺമെന്റൽ ക്രൈസിസിൽ. അതായത് ഇപ്പം ആദിവാസി കോളനിയിലാണെങ്കിൽ അവിടെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, വേറെ തീരപ്രദേശത്തിലാണെങ്കിൽ അവിടെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും, ഒരു ഭയങ്കര സിറ്റിയിൽ അവിടെ എങ്ങനെ, ആ കൾച്ചറൽ അനുസരിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ രണ്ടും നോക്കുന്നുണ്ട്, സോഷ്യോ കൾച്ചറലും ഫിസിക്കൽ. നോക്കിക്കേ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും പറയുന്നുണ്ട്. പാസ്റ്റിൽ എന്താണ്, കുറെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല, വെറും എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂറോ അമേരിക്കൻ സൈക്കോളജിക്കൽ ഫ്രെയിംവർക്കിലാണ് ഫോക്കസ് ചെയ്തത്. സ്ട്രെസ്സേഴ്സ് ആയിരുന്നു നോക്കിയത്, എൻവയോൺമെന്റൽ സ്ട്രെസ്സേഴ്സ്, ക്രൗഡിങ്, നോയ്സ്, പൊല്യൂഷൻ, പോവർട്ടി. ബാക്കിയുള്ളത് നോക്കിയില്ല, കാരണം അവിടെ മെയിൻ ഗ്രോയിങ് പോപ്പുലേഷൻ ആയിരുന്നു പ്രശ്നം. നേരെ മറിച്ച് 21ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഓസോൺ പാളിയിലെ വിള്ളല്, അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്, ആസിഡ് റെയിൻ ഒക്കെ ആയി മെയിൻ കോൺട്രിബ്യൂഷൻസ്. എങ്ങനെ എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാനായി. ഫ്യൂച്ചർ ആയിട്ട് പറയുന്നത് കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ്, അതായത് എക്കോ കൾച്ചറൽ ഫ്രെയിംവർക്ക്. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചർ. ഓക്കെ ആണോ? ഇതാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എൻവയോൺമെന്റൽ സൈക്കോളജി. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ? ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ നമ്മള് 8 സബ്ജക്റ്റ് അല്ലേ, 7
7 സബ്ജക്റ്റിന്റെ ഫസ്റ്റ് യൂണിറ്റ് ഫ്രീ ക്ലാസ് ആയിട്ട് തീർന്നു. നാളെ ആയിരുന്നു ഞാൻ തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ വ്യാഴാഴ്ച മുതൽ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നാളെയാണ്. അപ്പൊ എനിക്ക് മെന്റേഴ്സ് ഇന്ന് തൊട്ട് നിങ്ങളെ വിളിച്ചു തുടങ്ങും. മെന്റേഴ്സിന് വിളിക്കാനുള്ള സമയം കൊടുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് നിങ്ങളെ സെറ്റ് ആക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വ്യാഴാഴ്ച. അപ്പൊ വ്യാഴാഴ്ച നമ്മൾ കൗൺസിലിംഗ് അടിച്ചിട്ടാണ് സ്റ്റാർട്ട്. കൗൺസിലിംഗിന്റെ സെക്കൻഡ് യൂണിറ്റ്. അപ്പം ടൈം ടേബിൾ ഇങ്ങനെയാണ്. മൺഡേ സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ, ട്യൂസ്ഡേ സൈക്കോളജിക്കൽ ഡിസോർഡർ 1, തേഴ്സ്ഡേ കൗൺസിലിംഗ്, സാറ്റർഡേ നിങ്ങൾക്ക് പോസിറ്റീവ്. ഈ 3 എണ്ണമായിരിക്കും 2 മാസം. 2 മാസത്തിലെ 1.5 മാസമാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. അപ്പം ഇനി ആരെങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. Hope the class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണും. നാളെ അല്ല, ഇനി നമ്മൾ വ്യാഴാഴ്ച വീണ്ടും കാണും. അതുവരെ ബൈ and take care. Thank you, ma'am. Bye, ma'am. Thank you. ഫുൾ നോട്ടൊക്കെ ആപ്പൊക്കെ ഇന്ന് സെറ്റ് ആവട്ടോ. നിങ്ങളുടെ ആപ്പും നോട്ടൊക്കെ ഇന്ന് സെറ്റ് ആവട്ടോ. ഇന്ന് നാളെ ആയിട്ട്. Okay. Thank you.